എല്ലാ പ്രിയപ്പെട്ടവർക്കും റെബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ ഒരുപാടധികം വിഷമിപ്പിച്ച് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ എന്നുള്ളതും അവരുടെ രാത്രിയിലെ ചിന്തകളും എല്ലാം തന്നെ നമുക്ക് റീഡ് ചെയ്യാം. എല്ലാ വീഡിയോയിലും പറയുന്നതാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടി പറയുകയാണ്, ജനറൽ വീഡിയോ ആണ്, അതിനാൽ തന്നെ ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ വിട്ട് കളയാവുന്നതാണ്. ടൈംലെസ് വീഡിയോ അതിനാൽ തന്നെ ഇന്ന് കണ്ടാലും നാളെ കണ്ടാലും ഒരു മാസം കഴിഞ്ഞ് കണ്ടാലും ഒരു വർഷം കഴിഞ്ഞ് കണ്ടാലും നിങ്ങളുടെ കണ്ണിൽ എപ്പോഴാണോ യൂണിവേഴ്സ് ഈ വീഡിയോ എത്തിക്കുന്നത് ആ സമയം മുതലാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ റിലേറ്റഡ് ആവുന്നത്. ഇനിയിപ്പോൾ ഒരു 10 ദിവസം പഴക്കമുള്ള വീഡിയോ ആണല്ലോ എന്ന് കരുതി കാണാതിരിക്കരുത്. ആ സമയത്തായിരിക്കാം നിങ്ങളുമായിട്ട് ആ ഒരു എനർജി റിലേറ്റഡ് ആവുന്നത്. പ്രിയപ്പെട്ടവരെ, മുകളിൽ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ വാട്സാപ്പ് നമ്പർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഹായ് അയക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതേ രീതിയിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ സ്പ്രെഡിലേക്ക് പോവാം. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ ഒരു 3 ദീർഘനിശ്വാസമൊക്കെ എടുത്ത് നിങ്ങൾ മൈൻഡ് ആക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദ ഹാങ്ഡ് മാൻ, അവരെന്തായാലും സ്റ്റക്കാണ് കേസ്. 2 ഓഫ് സോർട്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളെക്കുറിച്ച് ആരോടൊക്കെയോ ചോദിക്കുന്നുണ്ട് കൂട്ടുകാരെ. ദ ഡെവിൾ, അവർക്ക് നല്ല പണികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ മൂൺ. അവരാകെ ഡാർക്കിലാണല്ലോ സുഹൃത്തുക്കളെ. ദ ഫൂൾ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ്. നമുക്ക് ഇത്രയും വെച്ചിട്ട് റീഡ് ചെയ്യാം. ഇനി കാർഡ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കാർഡൊന്ന് റെഡിയാക്കി വച്ചിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു രാത്രികാല ചിന്തകളെല്ലാം വന്നിരിക്കുകയാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തല തിരിഞ്ഞാണ് ഇപ്പോൾ എല്ലാം ചിന്തിക്കുന്നത്. ഹാങ്ഡ് മാൻ്റെ എനർജി വന്നപ്പോൾ തന്നെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒന്നല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യങ്ങളും നേരാവണ്ണം നോക്കി കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതായത് അവർക്ക് കാര്യങ്ങളൊന്നും നേരായിട്ട് രീതിക്കല്ല ഇപ്പോൾ സമീപിക്കാൻ സാധിക്കുന്നത്. കാര്യങ്ങളോടുള്ള മനോഭാവം, അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം നീട്ടി വയ്ക്കുകയാണ്. അതായത് മൊത്തത്തിൽ ഒരു ലേസി മൈൻഡായിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളെ ചതിച്ചിട്ട് പോയതായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ദാമ്പത്യമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ എക്സ്ട്രാ റിലേഷൻ ആയിരിക്കാം, നിങ്ങൾ വളരെ ഡീപ്പായിട്ടൊക്കെ ഉള്ള റിലേഷൻഷിപ്പുകളായിരുന്നിരിക്കണം. അതിനാൽ തന്നെ നിങ്ങളെ ചതിച്ചിട്ട് പോകുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാമെന്നായിരുന്നു. ഒരുപക്ഷെ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതാണെങ്കിൽ തുടക്കമൊക്കെ അവിടെ നല്ല സ്മൂത്ത് ആയിരുന്നിരിക്കാം. പിന്നീട് എന്തായാലും അവർക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അടിക്കുന്ന എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ ഒരു ദാമ്പത്യത്തിലായിരുന്നെങ്കിൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങളുമായിട്ട് അകന്നു പോയതാണെങ്കിൽ, ഇനി നിങ്ങളൊരു എക്സ്ട്രാ റിലേഷൻ ആയിരുന്നെങ്കിൽ, ഒരുപാട് കാലത്ത് ഡീപ്പായിട്ടുള്ള എക്സ്ട്രാ റിലേഷനൊക്കെ ആണെങ്കിൽ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് പോയതാണെങ്കിൽ അവരെങ്ങോട്ടാണോ പോയത്, അത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അവരെങ്ങോട്ടാണോ പോയത് അവിടെ അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ചുറ്റുപാടുകളൊന്നും, അനുകൂലമായിട്ടുള്ള ചുറ്റുപാടുകളൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. നിലവിലെ എല്ലാ കാര്യങ്ങളെയും അവർ തലതിരിഞ്ഞാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തലതിരിഞ്ഞ് നോക്കിയാൽ തന്നെ അവർക്ക് ഒരു കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. രാത്രിക്ക് മൊത്തം മൊത്തത്തിൽ ഒരു തീരുമാനം ഒരു കാര്യത്തിലും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. ലൈഫിലാകെ സ്റ്റക്കായി നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വളരെ ഒരു കാര്യത്തിലും, ഇപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അവർ എന്തിനാണോ പോയത്, ആ ഒരു ഉപേക്ഷിച്ച് പോയത് എന്തിനാണോ ആ ഒരു കാര്യത്തിലായാലും വ്യക്തമായിട്ട് ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആരോടൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റേ നിങ്ങളറിയാതെയൊക്കെ നിങ്ങളുടെ DPയും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറുകളും, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടാവാം. ഇനി നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ചിലപ്പോൾ കാണാനുള്ള സാഹചര്യമുള്ളവരുടെ കാര്യത്തിലാണ് പറയുന്നത്. അങ്ങനെ കാണാൻ സാഹചര്യമുള്ളവരുടെ കാര്യത്തിൽ അവർ നിങ്ങളറിയാതെ നിങ്ങളെ വന്ന് കാണുന്നൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിട്ടിട്ട് പോയതിൽ പിന്നീട് നല്ല കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ വല്ലാതെ ഭയമാണിപ്പോൾ. ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ. കാരണം പലപ്പോഴും പലരും ചതിച്ചു പോയി മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ആദ്യമൊക്കെ വളരെ സന്തോഷമായിരിക്കും. ഈ ബന്ധത്തിലേക്കല്ല, ഇനിയിപ്പോൾ അമ്മാനപ്പൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയതോ ഭാര്യയെ ഉപേക്ഷിച്ച് പോയതൊക്കെ ആണെങ്കിൽ
തുടക്കത്തിലൊക്കെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നുണ്ടാവില്ല. പക്ഷേ പിന്നീട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയ പിന്നീട് ആദ്യമൊക്കെ അവർ വളരെ സന്തോഷത്തോടുള്ള DPയും സ്റ്റാറ്റസുകളും വളരെ ട്രിപ്പ് പോയതിൻ്റെ ഫോട്ടോസും വളരെ സുന്ദരമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചുള്ള ഫോട്ടോസൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ സ്മാർട്ടായിട്ട് നടക്കുന്ന സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് കാണുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവർ, അതൊക്കെ വെറുതെയാണ്. അവരുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അവരൊറ്റയ്ക്കായി പോകുന്ന സമയമുണ്ടല്ലോ, ആ രാത്രി കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് എന്താണ് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ മനസ്സ് കൺഫ്യൂഷനിലാണ്. എന്നിരുന്നാൽ പോലും അവർ പെട്ടെന്നൊന്നും തോറ്റു തരാൻ ചാൻസ് ഇല്ലാത്ത കൂട്ടത്തിലാണ്. അതിനാൽ തന്നെ അവർ ആ മനസ്സിൻ്റെ കൺഫ്യൂഷനായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഡബിൾ ചിന്താഗതിയാണ് വരുന്നത്. ഈ കാർഡ് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ തുടക്കത്തിലെ മുതൽ കണ്ടിട്ടുണ്ടാവും. അവരുടെ മനസ്സിൽ മൊത്തത്തിൽ പലതരത്തിലുള്ള ഡബിൾ എന്ന് പറയുന്നത് ഞാൻ മുൻപും പല കാർഡുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു ലെസ്റ്റിൻ്റെ എനർജി ഉണ്ട്, അതേ രീതിയിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു എനർജി ഉണ്ട്, കുശുമ്പ് കുന്നായ്മയുടെ ഒരു എനർജി ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതികൾക്കുണ്ട്. കാരണം ഇത് ഡബിളാണ്. ഈ ഡബിളാണ് നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ പറ്റില്ല, ഇതൊരു സ്ത്രീയും പുരുഷനുമാണ്. ആ സ്ത്രീയും പുരുഷനെയും ഡബിള് ശരിക്കും പറഞ്ഞാൽ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ആ അടിമപ്പെടൽ എന്ന് പറയുന്നത് അവർക്ക് മുന്നോട്ടുള്ള അവരുടെ ജീവിതയാത്രയിൽ പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ വരുത്തുന്ന യാതൊരു തരത്തിലുമല്ല. ചിലപ്പോൾ അവർ സ്വയം ചിന്തിച്ച് സ്വയം അമിതമായിട്ട് കുറ്റപ്പെടുന്നതായിരിക്കാം. ഇനി പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവർ മൊത്തത്തിൽ ഒരു ലഹരിക്ക് അടിമപ്പെടുകയോ കുറച്ച് പേരെങ്കിലും ലെസ്റ്റിലേക്കൊക്കെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരുടെ എനർജിയായിട്ട് വന്നിരിക്കുന്നത് കൂടുതലും നെഗറ്റീവ് കാർഡുകളാണ്. എന്നിരുന്നാൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ദ ഫൂളിൻ്റെ എനർജി വന്നപ്പോൾ ഒരു പോസിറ്റീവ് കാർഡാണ്. അവരുടെ ചിന്തകളെ വെച്ച് നോക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ചുള്ള റിലേറ്റഡുമായിട്ടുള്ള ചിന്തകളെ വെച്ച് നോക്കുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധത്തിൽ ഒരു ഫൂളിനെ പോലെ വളരെ നല്ലൊരു തുടക്കമായിരുന്നു. എല്ലാത്തിലും അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അവരൊപ്പം തുണയായിട്ട് നിങ്ങളുണ്ടാവുമെന്നുള്ള ഒരു ശക്തമായ ധാരണ എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള, അതായത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ശരി, ഇനിയിപ്പോൾ അവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്ന കാര്യമാണെങ്കിലും ശരി, അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ എല്ലാ ഊർജ്ജവും ഉപയോഗിച്ച്, അത് സാമ്പത്തികപരമായിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി ഒരു ക്ലാരിറ്റി ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള ക്ലാരിറ്റി ആണെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം അവരോടൊപ്പം നിങ്ങളുണ്ടായിരുന്നു എന്നുള്ള റിയാലിറ്റിയൊക്കെ അവർ തിരിച്ചറിയുമ്പോൾ അവർ എപ്പോഴേക്കോ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങളുമായിട്ടുള്ള ആ പഴയ സമ്പൽ സമൃദ്ധിയോടുള്ള ആ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്നെല്ലാം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, അവർ മൊത്തത്തിൽ സ്റ്റക്കാണ്. കാരണം അവരുടെ സ്റ്റക്കിൻ്റെ എനർജിയാണ് അവരിൽ കൂടുതലും വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം തന്നെ അതിലും കൂടുതൽ അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ അവരുടെ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് ഡൈവേർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പണ്ട് പരിചയമുണ്ടായിരുന്ന ആ വ്യക്തിയെ ആയിരിക്കില്ല ഇപ്പോൾ അവർ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലും മറ്റു പലതിലും പല രീതിക്കുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അവന് എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സമാധാനത്തോടെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പലർക്കും കിടന്നുറങ്ങാൻ പറ്റാറുണ്ട്. ചിലരുടെയൊക്കെ ബോഡിയുടെ ഒരു രീതി അനുസരിച്ച് എത്ര ടെൻഷനാണെങ്കിലും കിടന്നുറങ്ങാൻ പറ്റാറുണ്ട്. പക്ഷേ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കിടന്നുറങ്ങാൻ പറ്റാറുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഒരു മനോഹരമായ പുഞ്ചിരിയോടുകൂടി എണീക്കാനല്ലേ? അങ്ങനെയൊന്നും അവരെക്കൊണ്ട് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവർ മൊത്തത്തിൽ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. അവർക്ക് ഒരു കാര്യങ്ങളെയും നേരായ രീതിക്ക് നോക്കിക്കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതിന് അവർ ഓരോന്ന് നീട്ടി വയ്ക്കുകയാണ്. വെറുതെ മൊബൈലൊക്കെ കുത്തിയിരിക്കുന്ന ഒരു സമയമായിരിക്കാം. മൈൻഡിൽ ഒരു കാര്യങ്ങളെ മൊത്തത്തിൽ അവർ എന്ത് ചെയ്യണ്ടേ, അവരുടെ കണ്ണുകളെല്ലാം ബന്ധനത്തിലാണ്. അതായത് കണ്ണ് തുറന്നൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. മൊത്തത്തിൽ മനസ്സിൽ അവരുടെ ഭയമാണ്. ഇനി എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുക, ഇനി
ഇനി അടുത്തത് എന്താണ്, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുക, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് മുതലായിട്ടുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. പലരും ലഹരിക്കോ മറ്റ് എന്തിനൊക്കെയോ അടിമപ്പെട്ടിട്ട് അവരെ തന്നെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ്. എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് അവരെത്രത്തോളം ഒരു കംഫർട്ട് സോണിലായിരുന്നു ലൈഫിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ലൈഫ് എപ്പോഴൊക്കെയോ അവർ തിരിച്ച് ആഗ്രഹിക്കുന്നുമുണ്ടെങ്കിൽ പോലും അവർ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണെന്ന് ആണ് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഡാർക്കാവാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത്രയും അവരുടെ ചിന്തകളാണ് പറഞ്ഞത്. ഇനി നാളെ അവർ ഒരിക്കൽ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതും ചെയ്യാത്തതും നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ വളരെ ശാന്തമാക്കി നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം നിങ്ങൾ അത് വലിയ അനുഭവങ്ങളായി തന്നെ എടുത്തുകൊണ്ട് നാളത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ചേർത്ത് വച്ചിട്ട് വേണം നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശക്തരായിരിക്കുക, മുന്നോട്ട് പോവുക. അവരുടെ രാത്രികാല ചിന്തകൾ ഇതെല്ലാമാണ് ഇപ്പോഴത്തെ ഊർജ്ജമനുസരിച്ച്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനോടകം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്, ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബൈ.